നമ്മൾ വളരെ അപകടകരമായ ഒരു സന്ദർഭത്തിലാണ് നമ്മളിവിടെ നിൽക്കുന്നത്. ഈ രാജ്യം, ഞാൻ ഈയിടെ ഒരു സ്ഥലത്ത് സംസാരിച്ചപ്പോൾ ഞാൻ അവിടെ കുറേ കുട്ടികളുണ്ടായിരുന്നു. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളൊക്കെ ഒരു 50 വർഷം കഴിയുമ്പോൾ നിങ്ങളുടെ ചെറുമക്കൾ നിങ്ങളോട് ചോദിക്കും, ഓ അപ്പൂപ്പൻ ഈ അമ്മുമ്മ ഈ 2024 ഉണ്ടായിരുന്നല്ലോ ഇന്ത്യയുടെ അവസാനത്തെ ഇലക്ഷൻ, അതിൽ നിങ്ങൾ വോട്ട് ചെയ്ത് കാണുമല്ലോ, അതെങ്ങനെയായിരുന്നു, ഈ വോട്ട് എങ്ങനെയാണ് ചെയ്യുന്നത്, എന്താണ് ഇലക്ഷൻ, എന്താണ് തിരഞ്ഞെടുപ്പ്, ഞങ്ങളെ പഠിപ്പിക്കുന്നില്ല, അപ്പൂപ്പനും അമ്മൂമ്മയും പറഞ്ഞു തരണം എന്നുള്ളൊരു സിറ്റുവേഷനിലായിരിക്കും നമ്മൾ പോകുന്നത്. പക്ഷെ പോകാൻ പാടില്ല. അപ്പം നമ്മൾ ഇതിനെക്കുറിച്ച് എങ്ങനെ മനസ്സിലാക്കണം? ബ്ലാക്ക് സിവിൽ റൈറ്റ്സ് മൂവ്മെൻറ്റ് അമേരിക്കയിൽ സങ്കീർണമായിട്ടുള്ള ഏത് സിറ്റുവേഷൻ വന്നാലും അവർക്കൊരു ഫോർമുലയുണ്ട്. ആ ഫോർമുല എന്താണ്? അവർ ചോദിക്കും, വാട്ട് വുഡ് ജീസസ് ഡു? ഈ സിറ്റുവേഷനിൽ ജീസസ് എന്ത് ചെയ്തേനെ? എന്നിട്ട് അത് ആലോചിക്കും. എന്നിട്ട് അതാണ് അവർക്കൊരു മാർഗദർശനം അവർക്ക് തരുന്നത്. ഇന്ന് നമുക്കിവിടെ ചോദിക്കേണ്ട ക്വസ്റ്റ്യൻ, വാട്ട് വുഡ് ഡോക്ടർ അംബേദ്കർ ഡു എന്നാണ്. ഇന്ന് ഈ ഇലക്ഷൻ്റെ ഡോക്ടർ അംബേദ്കർ ഒരു വോട്ടറായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? ആർക്ക് വേണ്ടി വോട്ട് ചെയ്തേനെ? ഈ സിറ്റുവേഷനെ എങ്ങനെ മനസ്സിലാക്കിയേനെ? അദ്ദേഹം ഒരു പൗരൻ എന്ന നിലയ്ക്ക് ഇന്ത്യയെ മുന്നോട്ട് എങ്ങനെ കൊണ്ടുപോകണം? ഇവിടെ ഡോക്ടർ അംബേദ്കറും ഡിപ്രസ് ക്ലാസ്സസ് ഉണ്ടാക്കിയ രാഷ്ട്രമാണിത്, വേറെ ആരും ഉണ്ടാക്കിയ രാഷ്ട്രമല്ല. അപ്പം നമ്മളോട് പറയുന്നത് എന്താണ്? നമ്മൾ ഉണ്ടാക്കിയ രാഷ്ട്രത്തിനെയാണ് ഇവർ തകർക്കുന്നത്. ഇവരുടെ രാഷ്ട്രത്തിനെ തിരിച്ചു കൊണ്ടുവരികയാണ്, നമ്മളുണ്ടാക്കിയ രാഷ്ട്രത്തിനെ തകർക്കുകയാണ്. അത് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്, പ്രതിരോധിക്കേണ്ടത്? അപ്പം നമ്മളോട് ആദ്യത്തെ വലിയൊരു തെറ്റിദ്ധാരണ പ്രചരിപ്പിച്ചിരിക്കുന്നത് ഇപ്പോഴത്തെ NDA സർക്കാർ വലിയൊരു ജനപിന്തുണയുടെ പുറയിലാണ് നിൽക്കുന്നതെന്നാണ്. ഞാനൊന്ന് ചോദിക്കാം, നമ്മളുടെ മനസ്സിൽ എന്താണെന്ന് അറിയാൻ വേണ്ടിയാണ്. ഇന്ത്യയുടെ ജനസംഖ്യയുടെ എത്ര ശതമാനം വോട്ടാണ് കഴിഞ്ഞ ഇലക്ഷനിൽ BJPക്ക് കിട്ടിയത്? 35 എന്ന് പറയുന്നു. വേറെ വല്ല ആൻസർ ഉണ്ടോ? 15%. ഇന്ത്യൻ ജനസംഖ്യയുടെ 15% ടോട്ടൽ വോട്ട്സ് BJPക്ക് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയത് 15%. ഇപ്പം നമ്മുടെ ഈ പാർലമെൻ്ററി സിസ്റ്റം അനുസരിച്ച് 15% വോട്ടുണ്ടെങ്കിൽ, അത് മുമ്പ് ഉണ്ടായിട്ടുണ്ട്, ജനസംഖ്യയുടെ 15% വോട്ടുണ്ടെങ്കിൽ, അതാണല്ലോ നമ്മൾ നോക്കേണ്ടത്. നമ്മളെല്ലാം ജനങ്ങളാണ്, എല്ലാവരും വോട്ടർമാരല്ല. ഇപ്പോൾ ഇരിക്കുന്ന പല കുട്ടികളും അവർ പൗരന്മാരാണ്, പക്ഷേ വോട്ടർമാരല്ല. വോട്ടർമാരെല്ലാവരും വോട്ട് ചെയ്യില്ല. പക്ഷേ എല്ലാവരും നമ്മൾ ജീവിക്കുന്നത് ഈ സൊസൈറ്റിയിൽ മനുഷ്യരായിട്ട് ഒരുപോലെ ജീവിക്കുകയല്ലേ. അപ്പോൾ ഈ കൊച്ചു കുട്ടികൾക്കും അഫക്റ്റ് ചെയ്യുന്നുണ്ട് ഈ വോട്ട്, പക്ഷെ അവർക്ക് വോട്ടില്ല. അപ്പോൾ ഈ നമ്മുടെ ജനതയുടെ വെറും 15%. ആ 15%ത്തിൽ ഒരു 10% വെറും സവർണരാണ്. അപ്പോൾ ഈ സവർണരല്ലാത്ത ഒരു 3-4% കൂടുതൽ ആൾക്കാർ ഈ സർക്കാരിന് വോട്ട് ചെയ്തിട്ടില്ല, വോട്ട് ചെയ്യാൻ പോകുന്നുമില്ല. അപ്പോൾ ഇവരുടെ പുറകിൽ വലിയ ജനപിന്തുണ ഉണ്ട് എന്ന് പറയുന്നത് തെറ്റാണ്. നമ്മുടെ പ്രശ്നം ഇവർ ജനപിന്തുണയോടുകൂടി ജയിക്കുന്നു എന്നുള്ളതല്ല. ജനപിന്തുണയില്ലാതെ ഒരു സവർണ കൺസോളിഡേഷൻ മാത്രം ഉണ്ടാക്കി അധികാരം പിടിച്ചെടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കിയ രാഷ്ട്രത്തിനെയും ഈ ഭരണഘടനയും തകർക്കുകയാണ്.